Hey darlings, welcome to my YouTube channel. അപ്പോൾ ഇന്നത്തെ വീഡിയോ പറയുന്നത് മുമ്പ് എൻ്റെ മുഖത്ത് ദേ ഒരു കുരു വന്നിട്ടുണ്ട്. കുറേ നാൾക്ക് ശേഷമാണ് ഒരു കുരു വന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഞാൻ ഫാമിലി ആയിട്ട് കന്യാകുമാരി ട്രിപ്പ് പോവുകയാണ്. ഞാനും അച്ഛനും അമ്മയും കൂടിയാണ് പോണത്. പിന്നെ വേറെ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ രാത്രിയാണ് പോകുന്നത്. അപ്പം ഞാൻ ഈ ഒരു ഹുഡിയും ഒരു ജീൻസുമാണ് ഇട്ടേക്കണം. നമുക്ക് രാത്രിയൊക്കെ യാത്ര ചെയ്യുമ്പോൾ ഹുഡീസ് അടിപൊളിയായിട്ട് നമുക്ക് തോന്നും. കുറച്ചും കൂടി കംഫർട്ടബിളായിട്ട് തോന്നുന്നത് നമുക്ക് ഹുഡീസാണ്. അപ്പം ഞാൻ ഹുഡീസും ഈ ഒരു ജീൻസുമാണ് വേറെ ചെയ്തത്. പിന്നെ ഞാനൊരു മോയ്സ്ചറൈസറും പിന്നെ ചെറുതായിട്ടൊന്ന് ലിപ്സ്റ്റിക്കും ഇട്ടു. പിന്നെ നമുക്ക് രാത്രിത്തെ ഡിന്നർ കഴിക്കണം. അപ്പം ഞാൻ രാത്രി കഴിക്കണത് ചെറിയ ചിക്കനും ചമ്മന്തിയൊക്കെ ഇട്ട് കൂട്ടിയാണ് കഴിക്കണത്. അത് കഴിഞ്ഞത് നമ്മുടെ വണ്ടി വന്നെന്ന് പറഞ്ഞു. അപ്പം ഞാനും അച്ഛനും കൂടി വണ്ടിയുടെ അങ്ങോട്ട് നടക്കണേണ്. അപ്പം ഞാൻ സ്പെക്സ് എനിക്ക് തലവേദനയും പിന്നെ ഞാൻ ഇടയ്ക്കൊക്കെ വെക്കാറുണ്ട്. എനിക്ക് ഭയങ്കര തലവേദന വരുമ്പോഴാണ് സ്പെക്സ് യൂസ് ചെയ്യണത്. പവറുള്ളതാണ്. അങ്ങനെ ഞങ്ങളുടെ വണ്ടി അവിടെയാണ് കിടക്കുന്നത്. അപ്പം വീടിൻ്റെ അവിടെ നിന്ന് കുറച്ചും കൂടി ഇങ്ങനെ നടക്കാനുണ്ട്. അപ്പം ഞാനും അച്ഛനും കൂടിയാണ് നടന്ന് പോകുന്നത്. അച്ഛൻ ബാഗൊക്കെ ഇട്ട് അച്ഛനും അമ്മയും ഒരു ബാഗിലാണ് ഈ ഒരു ട്രോളിയിലാണ് സാധനങ്ങൾ വെച്ചത്. ഞാൻ എൻ്റെ സാധനങ്ങളൊക്കെ വേറെ ബാഗിൽ വെച്ച് ഇല്ല. അപ്പോൾ ഞാൻ സീറ്റിലൊക്കെ കയറിയിരുന്ന് ഭയങ്കര ചൂടായിരുന്നു, മഴയുണ്ട് പുറത്ത്. അപ്പോൾ നമ്മളെല്ലാവരും സീറ്റിലൊക്കെ ഓരോരുത്തർ കയറി ഇരിക്കണുണ്ട്. അപ്പം അച്ഛൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കണം. നല്ല മഴയാണ് ഗൈസ്. നല്ല മഴയെന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ മഴ പെയ്യുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ഗ്ലാസ്സൊക്കെ അടച്ചിട്ടിങ്ങനെയാണ്. അപ്പോൾ എനിക്കാണെങ്കിൽ വണ്ടി കയറിയപ്പോൾ തന്നെ തലവേദന ഭയങ്കര രീതിയിൽ തുടങ്ങി. പിന്നെ ഞാൻ എന്ത് ചെയ്ത് ഹെഡ്സെറ്റും വെച്ച് ഞാൻ ഞങ്ങളുടെ യാത്ര തുടർന്നു. അങ്ങനെ നമ്മൾ യാത്ര തുടങ്ങി നമ്മളിങ്ങനെ യാത്രയിലാണ്. അതിൻ്റെ ഇടയ്ക്ക് ഓരോരുത്തർ ഹായ് ഒക്കെ കാണിച്ച് എല്ലാവരും നമ്മൾ ഹായ് ബൈ ഇട്ടിരിക്കണം. എല്ലാവരും കയറി. അങ്ങനെ നമ്മളിൽ അവിടെ നിന്ന് കഴിഞ്ഞ് നമ്മൾ ലുലുവിൻ്റെ ഹയാറ്റിലൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ പോവാണ്. അങ്ങനെ ഞങ്ങളുടെ ട്രിപ്പ് അപ്പോൾ ആലപ്പുഴയൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി പമ്പിൽ കയറി ഒന്ന് ടോയ്ലറ്റിൽ പോകാൻ വേണ്ടി. അപ്പോൾ എല്ലാവരും പമ്പിൽ കയറി നിൽക്കണേണ്. ഞാനപ്പോൾ ചുമ്മാ വീഡിയോ ഒക്കെ എടുത്തുകൊണ്ടൊക്കെ അങ്ങോട്ട് നിൽക്കണ്. എനിക്ക് കൂട്ടായിട്ട് ആരും ഉണ്ടായില്ല. കാരണം എൻ്റെ ഏജിലുള്ള ആരും ഇല്ല, ഞാൻ മാത്രം ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ഞാൻ ഫുൾ ടൈം ഫോണിൽ പാട്ട് വെച്ചുകൊണ്ടിരിപ്പായിരുന്നു. അത് കഴിഞ്ഞ് ടോയ്ലറ്റിലൊക്കെ പോയി വന്നിട്ട് നമ്മൾ നേരെ ഒരു ഉറക്കം ആയിരുന്നു. നമ്മൾ നല്ല രീതിയിൽ ഉറങ്ങി. കാരണം ഞാൻ ഫുൾ ടൈം പാട്ട് കേൾക്കണ കൊണ്ട് ഇങ്ങനെ ചെവിയിൽ വെച്ച് ഞാൻ നല്ലൊരു ഉറക്കം കഴിഞ്ഞ് എണ്ണീറ്റപ്പോൾ നമ്മൾ ട്രിവാൻഡ്രം എത്താറായി. ഓൾമോസ്റ്റ് എത്താറായി. ഒരു അരമണിക്കൂറും കൂടി കഴിഞ്ഞാൽ നമ്മൾ ട്രിവാൻഡ്രം എത്തും. അപ്പോൾ നമ്മളുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞാൽ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ പോകേണ്ടതാണ്. അപ്പോൾ ഞങ്ങൾ അവിടെ എത്തി. അപ്പോൾ അവിടെ എത്തി ഫ്രഷപ്പ് ആവാൻ വേണ്ടി ഒരു കോട്ടേജ് പോലെ സംഭവം നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളവിടെ ചെന്ന് ഒന്ന് ഫ്രഷപ്പായി. ഇനി നമുക്കൊന്ന് റെഡി ആവാം. ഞാനപ്പോൾ വലിയ മേക്കപ്പൊന്നും ചെയ്യണില്ല. ലിപ്സ്റ്റിക്ക്, മോയ്സ്ചറൈസർ, പൗഡർ, കണ്ണെഴുതൽ അത്രയൊക്കെ ഞാൻ ചെയ്യണുള്ളൂ. അല്ലാണ്ട് വലിയ രീതിയിലൊന്നും മേക്കപ്പൊന്നും ചെയ്യണില്ല. പിന്നെ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ സാരി അല്ലെങ്കിൽ ചുരിദാർ ഇട്ട് കഴിഞ്ഞാൽ ഒരു മുണ്ടും എടുക്കണം. അങ്ങനെ നമ്മൾ ക്ഷേത്ര ദർശനമൊക്കെ കഴിഞ്ഞ് നേരെ വന്ന് നമുക്ക് ക്ഷേത്രത്തിനുള്ളിൽ ഫോൺ അലൗഡ് അല്ല. അതുകൊണ്ടാണ് എനിക്ക് ക്ഷേത്ര വീഡിയോ ഒന്നും കാണിക്കാൻ പറ്റാഞ്ഞത്. അത് കഴിഞ്ഞ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിലോട്ടാണ് കടക്കുന്നത്. ബ്രേക്ക്ഫാസ്റ്റായിട്ട് നമ്മൾ അപ്പവും വെജ് കുറുമയുമാണ് നമ്മൾ കഴിച്ചത്. അത്യാവശ്യം നല്ല ഫുഡ് തന്നെയായിരുന്നു ഇവർ പ്രൊവൈഡ് ചെയ്തത്. അപ്പോൾ ഫുഡൊക്കെ ഈ വണ്ടിക്കാർ, ട്രാവൽ ഏജൻസി ഇവർ തന്നെ നമുക്ക് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഇവർ തന്നെ ഉണ്ട്. അതുകൊണ്ട് കൊള്ളാം, നല്ല ഫുഡായിരുന്നു. അവരപ്പം തന്നെ അവിടെ ഉണ്ടാക്കുന്ന ഫുഡൊക്കെ ആയിരുന്നു കേട്ടോ. നല്ല ഫുഡ് നല്ല ടേസ്റ്റ് ഉണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ ആറ്റുകാൽ അമ്പലത്തിലാണ് വന്നേക്കുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് ആറ്റുകാൽ അമ്പലത്തിൽ വന്നത്. പൊങ്കാല ഇടണമെന്നുള്ളു, പക്ഷേ ഞാൻ ഇതുവരെ അമ്പലത്തിൽ കയറിയിട്ടില്ല. അതിന് അമ്പലത്തിലും കയറി നേരെ നമ്മൾ പോകുന്നത് കന്യാകുമാരിക്കാണ്. അപ്പം എനിക്കിങ്ങനെ കന്യാകുമാരിയിലോട്ട് പോകുമ്പോൾ കുറച്ച് നൊസ്റ്റു അടിക്കും. കാരണം എൻ്റെ കോളേജ് മാർത്താണ്ഡത്തായതുകൊണ്ട് നമുക്ക് ആ പോണ റൂട്ടിലൊക്കെ കുറച്ച് നമുക്ക് നമ്മുടെ കോളേജ്
ഒരു കോളേജ് ഓർമ്മകളൊക്കെ നമുക്കിങ്ങനെ നിൽക്കും. അത് കഴിഞ്ഞ് പോകുന്ന വഴിക്ക് ഞങ്ങളുടെ വണ്ടി ഒരു തമിഴ് വണ്ടിയിൽ പോയി ഇടിച്ച് ചെറുതായിട്ട് അവരുടെ ഗ്ലാസ് ഒന്ന് പൊട്ടി. പിന്നെ നമ്മൾ കോംപ്രമൈസ് ചെയ്യാൻ വേണ്ടി പോയി സംസാരിക്കുകയാണ് എല്ലാവരും കൂടി. ആക്ച്വലി നമ്മുടെ വണ്ടിയുടെ ഒരു മിററ് അവരുടെ വണ്ടിയിലെ ഏതോ ഒരു മിററിൽ കൊണ്ട് പൊട്ടിയെന്നാണ് അവർ പറയണത്. എനിക്കത് വീഡിയോ എടുക്കാൻ ക്ലിയറായിട്ട് പറ്റണില്ല. പിന്നെ അവർ നമ്മളോട് പൈസയൊക്കെ ചോദിച്ചു. അങ്ങനെ നമ്മളൊരു 800 രൂപ പറഞ്ഞിട്ട് നമ്മൾ 400 രൂപയിൽ ഒതുക്കി ഇങ്ങോട്ട് പോകുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ നേരെ കന്യാകുമാരിയിലോട്ട് പോകണം. അപ്പോൾ കന്യാകുമാരിയിലോട്ട് പോണ വഴിക്ക് നമ്മൾ മണ്ടേക്കാട് അമ്പലത്തിലും കൂടി പോകുന്നുണ്ട്. ആക്ച്വലി ഇതൊരു തീർത്ഥാടന ട്രിപ്പായിട്ടാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ ഉല്ലാസയാത്രയിലേക്കാണ് പോയത്, പക്ഷേ ഇതൊരു തീർത്ഥാടനമായി മാറിയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ മണ്ടേക്കാട് പോണ വഴിക്കൊക്കെ നല്ല അടിപൊളി സ്ഥലമായിട്ട് എനിക്ക് ഇങ്ങനെ ഈ സ്ഥലമൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമുണ്ട്. കാരണം നല്ലൊരു സ്ഥലം. അത് കഴിഞ്ഞ് നമ്മൾ ഈ കന്യാകുമാരിയിലെത്തി ചായ കുടിക്കാൻ തുടങ്ങി. അത് കഴിഞ്ഞ് കന്യാകുമാരിയിൽ നിന്ന് നമുക്ക് കുറച്ച് പർച്ചേസിങ്ങിനും അതിനൊക്കെയായിട്ട് നമ്മളൊന്ന് ഇറങ്ങി. അപ്പോൾ അവരുടെ ഫുൾ മഴയൊക്കെ വന്നതുകൊണ്ട് കുറച്ച് ഇങ്ങനെ ആൾക്കാരൊക്കെ കുറവാണ്, എന്നാലും അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഈവനിങ് ആണ് എത്തിയത്. സൂര്യ അസ്തമയം കാണാൻ വേണ്ടിയാണ് നമ്മൾ എത്തിയത്. അപ്പോൾ നമ്മൾ ആ എത്തിയ ടൈമിൽ സൂര്യനെ കണ്ടില്ല, എവിടെ പോയെന്ന് അറിയില്ല. ആ ടൈമിൽ മഴക്കാലമായതുകൊണ്ടാണെന്ന് തോന്നുന്നു കാണാൻ പറ്റിയില്ല. പിന്നെ ഞങ്ങളവിടെ ഷോപ്പിംഗ് ഒക്കെ ചെയ്ത് ഫുൾ അവിടെ ഇങ്ങനെ കറങ്ങി നടക്കാൻ വേണ്ടി. റോഡിലൊക്കെയാണ് നല്ല തിരക്കാണ് കേട്ടോ. നല്ല തിരക്കെന്ന് വെച്ചാൽ വണ്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ യാത്ര തുടർന്നു കൊണ്ടിരിക്കുന്നു. ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് റൂമിൽ വന്നപ്പോൾ അമ്മയും മാൽച്ചിറ്റയും കൂടി ഇങ്ങനെ എന്തൊക്കെ പരദൂഷണം പറഞ്ഞുകൊണ്ടിരിക്കണേണ്. അതിൻ്റെ ഇടയ്ക്ക് മിനിയാൻറ്റിയും വന്നിരുന്നു. പിന്നെ അവരെല്ലാവരും കൂടി ഭയങ്കര പരദൂഷണമായിരുന്നു. അത് കഴിഞ്ഞ് ഞാനൊന്ന് ഫ്രഷ് ആയി. അപ്പോൾ എൻ്റെ മുഖത്തെ കുരു ചെറുതായിട്ടൊന്ന് പൊട്ടി. പിന്നെ ഞാനത് പറിച്ചെടുക്കാൻ നോക്കി. പിന്നെ നമുക്കിനി ഡിന്നർ കഴിക്കാൻ ടൈമായി. അപ്പോൾ ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനും ആയിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള കൊക്കക്കോളയും വാങ്ങിച്ചുകൊണ്ട് വന്ന്. ഞാൻ കൊക്കക്കോളയുടെ ഒരു അഡിക്റ്റഡായി മാറിയതാണ്. പക്ഷേ ഞാനിപ്പം നിർത്തി. ഞാൻ കൊക്കക്കോളയുടെ ഭയങ്കര ഒരു അഡിക്റ്റഡാണ്. ഞാനിപ്പം നിർത്തി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് കൊക്കക്കോള കുടിക്കുമ്പോൾ ഭയങ്കര എന്തോ ഒരു ആശ്വാസമാണ്. അപ്പോൾ ഞാൻ രാത്രി വെള്ളത്തിന് പകരം കൊക്കക്കോളയാണ് ഞാൻ കുടിച്ചത്. അത് കഴിഞ്ഞ് ഞാനൊരു സിനിമ കണ്ടിട്ട് കിടക്കാമെന്ന് ഇങ്ങനെ വിചാരിച്ച്. അപ്പോൾ എൻ്റെ മുടിയും കെട്ടി ഞാൻ കിടക്കുക എന്നുള്ളൊരു പ്ലാനിലായിരുന്നു. രാവിലെ എഴുന്നേറ്റ് നമ്മൾ കന്യാകുമാരി പോണത് വിവേകാനന്ദ പാറയിലോട്ട് പോകണം. അപ്പോൾ അതിന് മുമ്പ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുണ്ടായിരുന്നു. ബ്രേക്ക്ഫാസ്റ്റ് പുട്ടും കടലയും ആയിരുന്നു. നല്ല ഫുഡായിരുന്നു. പിന്നെ നമ്മൾ വിവേകാനന്ദ പാറയിലോട്ട് പോകാൻ പോകണേണ്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്നൊരു 8 മണിക്കെന്തോ ആയി റൂമിൽ നിന്ന് ഇറങ്ങിയിട്ട്. അങ്ങനെ ഞങ്ങൾ ഒരു കുപ്പി വെള്ളമൊക്കെ ആയിട്ട് നേരെ വിവേകാനന്ദ പാറയുടെ അങ്ങോട്ട് പോകണേണ്. അപ്പോൾ അവിടെ ക്യൂ നിൽക്കണം. അപ്പോൾ അതുകൊണ്ട് നേരത്തെ പോണത്. എല്ലാവരും വരുമ്പോൾ മസ്റ്റായിട്ടൊരു കുട, വെള്ളം, ഈ സാധനങ്ങളൊക്കെ കൊണ്ടുവരണം. കാരണം നമുക്ക് അവിടെ ക്യൂ നിൽക്കാൻ തന്നെ കുറേ നേരം പിടിക്കും. 2 ക്യൂ ഉണ്ട്, 350ൻ്റെയും പിന്നെ ഒരു 75ൻ്റെയും ക്യൂ ഉണ്ട്. 2 ക്യൂവും ഈക്വൽ സെയിം തന്നെയാണ്. ക്യൂ എത്ര കാശിന് വ്യത്യാസമുണ്ടെന്ന് പറഞ്ഞിട്ട് ക്യൂവിന് ഒരു വ്യത്യാസമില്ല. കുറേ നേരം നിൽക്കണം. അതിനിടയ്ക്ക് ഈ മാലച്ചേട്ടൻ വന്ന് പിന്നെ ഞങ്ങൾ എല്ലാവരും മാല വാങ്ങിച്ച്
നല്ല ക്യൂ ആയിരുന്നു. അതിനിടയ്ക്ക് ഞങ്ങൾ അവിടുത്തെ ആൾക്കാരെ കൂടി തല്ലൊക്കെ പിടിച്ചിട്ടാണ് നിന്നത്. ക്യൂവിൻ്റെ ഇടയ്ക്കിൽ അവിടുത്തെ തമിഴ് ആൾക്കാർ നമ്മുടെ ക്യൂവിൻ്റെ ഇടയിൽ കയറുന്നു. അപ്പോൾ അതും പറഞ്ഞ് നമ്മൾ ഭയങ്കര വഴക്കൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ ക്യൂ നിൽക്കണം. നമ്മുടെ ക്യൂ ആണിത്. ഇത് 350ൻ്റെ ക്യൂ. രണ്ട് ക്യൂ ഈക്വലായിട്ടാണ് നമ്മൾ പോകുന്നത്. രണ്ടും നമ്മുടെ ക്യൂ എന്ന് പറഞ്ഞാൽ ജങ്കാറിനും മറ്റേത് ബോട്ടിനുമാണ്. അത്ര വ്യത്യാസം മാത്രമേ ഉള്ളൂ. നല്ല തിരക്കും നല്ല വെയിലാണ്. ഞങ്ങൾ ഒരു 4 മണിക്കൂറോളം വരെ ക്യൂ നിന്നിട്ടാണ് നമ്മൾ വിവേകാനന്ദ പാറയിലൂടെ എത്തണത്. അത്രയ്ക്ക് ക്യൂ എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് ക്യൂ ആണ്. എനിക്ക് പ്രത്യേകിച്ച് ഈ ക്യൂ നിന്ന് ഇത്ര ക്യൂ നിന്ന് അവിടെ പോയി കണ്ട് എനിക്ക് വലുതായിട്ടൊന്നും തോന്നിയില്ല. കാരണം എനിക്ക് പ്രത്യേകിച്ച് അങ്ങനെ ഒന്നും തോന്നിയില്ല. ഇത്ര ക്യൂ നിന്ന് കാണാൻ വേണ്ടി വലിയ സംഭവമൊന്നും അവിടെ ഉണ്ടായിട്ട് എനിക്ക് തോന്നിയില്ല. അതിനിടയ്ക്ക് അവിടെ ഒരു ഫൈറ്റ് നടക്കുന്നുണ്ടായിരുന്നു. ക്യൂവിൻ്റെ ഇടയിൽ ആൾക്കാർ തല്ലി കയറിയെന്ന് പറഞ്ഞ് അവിടെ ഒരു തല്ലുപിടുത്തവും കൂടി നടന്നിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മളത് നല്ല സീനായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. നല്ല ഇടിയായിരുന്നു. ഏതോ ഒരു ചേട്ടൻ നല്ല ഇടി എന്ന് പറഞ്ഞാൽ കുറേ നല്ല ഇടി വെച്ച് കൊടുക്കുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ ഓരോ ക്യൂ പോയി ലാസ്റ്റ് ഒരു വീട് പോലത്തെ സംഭവത്തിനുള്ളിൽ കയറി. അവിടെ നമുക്ക് ഇരിക്കാനുള്ള സെറ്റപ്പൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ ഇരുന്നിട്ടാണ് പിന്നെ യാത്ര ചെയ്യണത്. അതിൻ്റെ കാലൊക്കെ നമുക്ക് ഒട്ടും വയ്യാണ്ട്. കാരണം നടന്നില്ല, ക്യൂ നിന്ന് നമ്മൾ ഭയങ്കര ടയേർഡായി. അതിനിടയ്ക്ക് ശാലിച്ചിട്ട സീരിയൽ കാണുകയാണ്. സീരിയൽ അഡിക്റ്റഡാണ്. അപ്പോൾ ഏതോ ഒരു സീരിയൽ ഇരുന്ന് കണ്ടുകൊണ്ടിരിക്കണതാണ്. ഏഷ്യാനെറ്റിൽ മറ്റേ ഹോട്ട്സ്റ്റാറിൽ ഏതൊരു സീരിയലാണ് കണ്ടുകൊണ്ടിരിക്കണത്. അത് കഴിഞ്ഞ് നമ്മൾ പിന്നെ നമ്മുടെ സ്ഥലത്തോട്ട് എത്താറായി. അപ്പോൾ ഇനി നമ്മൾ ജങ്കാറിൽ പോയി. അത് കഴിഞ്ഞ് നമ്മൾ ജങ്കാറിൽ നിന്ന് നേരെ വിവേകാനന്ദ പാറയിലോട്ട് പോകണം. അപ്പോൾ ഇതാണ് ജങ്കാറിൻ്റെ ക്യൂ. അവിടെയും ഫുൾ ക്യൂ ആണ്. ക്യൂ നിന്ന് തന്നെ നമ്മൾ ഭ്രാന്ത് പിടിക്കും. അത്രയ്ക്ക് ക്യൂ എന്ന് പറയാം അത്ര. അപ്പോൾ നമ്മൾ പോകുമ്പോൾ കുറച്ച് ഫുഡൊക്കെ എന്തെങ്കിലും കയ്യിൽ സ്നാക്സ് കയ്യിൽ കരുതണം. അങ്ങനെ നമ്മൾ ജങ്കാറിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ഈ ലൈഫ് ജാക്കറ്റ് തരും. അപ്പോൾ നമ്മൾ അത് വെയർ ചെയ്തിട്ടാണ് പോവേണ്ടത്. പിന്നെ ഇവരെല്ലാവരും യൂസ് ചെയ്ത ജാക്കറ്റ് ആയതുകൊണ്ട് ഭയങ്കര ഹൈജീൻ കുറവാണ്. അപ്പോൾ നമ്മൾ അതൊന്ന് സാനിറ്റൈസറൊക്കെ യൂസ് ചെയ്യണമെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും. എല്ലാവരും മാറി യൂസ് ചെയ്യണം. അവർക്കൊരു ക്ലീനിങ് സെറ്റപ്പൊന്നും ഇല്ല അതിൻ്റെ അകത്ത്. പിന്നെ നമ്മൾ ജങ്കാറിൽ എല്ലാവരും ലൈഫ് ജാക്കറ്റൊക്കെ ഇട്ട് നമ്മൾ ഇനി ജങ്കാറിന് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് നല്ല ആ ഒരു വ്യൂ അടിപൊളി വ്യൂ ആണ്. കാരണം ആ ഒരു കടലിൻ്റെ നടുക്ക് കൂടി നമ്മളിങ്ങനെ പോയി നല്ല രസമുണ്ട്. കടലിൽ കൂടി ഇങ്ങനെ പോകണത് കാണാൻ തന്നെ നല്ലൊരു അടിപൊളി വ്യൂ ആണ്. അങ്ങനെ നമ്മൾ വിവേകാനന്ദ പാറയിലെത്തി. അപ്പോൾ ഇവിടെയും ഒരു ടിക്കറ്റ് ഫീ ഉണ്ട്. അപ്പം ടിക്കറ്റ് എടുത്ത് കയറണം. പിന്നെ നമ്മൾ ഈ വൈറ്റ് കോട്ട് ഏതിലേക്കൂടി നടക്കണേ കുറച്ചും കൂടി നല്ലത്. കാരണം നമുക്ക് അത്രയും വെയിലിൽ നിന്ന് ഈ വൈറ്റ് കോട്ടിൽ നമുക്ക് കാലിൽ ചൂടടിക്കില്ല. ആ വെയിലത്ത് കല്ലിൽ കൂടെ നടക്കുമ്പോൾ ഭയങ്കര കാല് പൊള്ളുമല്ലോ. അപ്പോൾ കാല് പൊള്ളാണ്ട് നമുക്ക് ഈ വൈറ്റ് കോട്ടിൽ കൂടെ നടക്കുമ്പോൾ കാലിന് നല്ലൊരു തണുപ്പ് ഫീൽ ചെയ്യും. അങ്ങനെ നമ്മൾ വിവേകാനന്ദ സ്വാമീൻ്റെ ആ ഒരു സ്മാരകത്തിൻ്റെ അങ്ങോട്ട് നമ്മൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതേ പാറേൻ്റെ ഉള്ളിലോട്ട് കയറാം. അപ്പോൾ അവിടെ ഫോൺ അലൗഡ് അല്ല. അപ്പോൾ ഇതിൻ്റെ പുറത്തെ വ്യൂ ഇതാണ്. അടിപൊളിയായിട്ട് നല്ല വ്യൂ ആണ്. പക്ഷേ അതിൻ്റെ ഉള്ളിലോട്ട് കയറുമ്പോൾ നമുക്ക് കുറച്ചും കൂടി നല്ല തണുപ്പ് ഫീൽ ചെയ്യും. പിന്നെ ഈ നടുക്ക്, അതായത് നമ്മൾ കടലിൻ്റെ നടുക്കാണെന്ന് നോക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഇതാണ്. പിന്നെ ഇപ്പം വന്ന് നിൽക്കുന്നത് ഗ്ലാസ് ബ്രിഡ്ജാണ്. നമ്മളിപ്പോൾ ആ ഗ്ലാസ് ബ്രിഡ്ജിൽ കൂടി കയറുമ്പോൾ നമ്മളെല്ലാവരും കൂടി പോകുമ്പോൾ നമുക്ക് കുഴപ്പമില്ല. പക്ഷെ നമ്മൾ ഈ ഒറ്റയ്ക്ക് നടക്കൂലേ, ഒറ്റയ്ക്ക് ഇങ്ങനെ നടക്കുമ്പോൾ നമുക്കൊരു ചെറിയൊരു പേടി കിട്ടും. കാരണം ഇത് പൊട്ടി വീഴോ. കാരണം നമ്മൾ ഈ കടലിൻ്റെ നടുക്ക് കൂടി ഇങ്ങനെ നടക്കുമ്പോൾ ഒരു ഭയങ്കര വല്ലാത്തൊരു ഇതാട്ടോ. കടലിൻ്റെ നടുക്ക് കൂടി നമ്മളിങ്ങനെ ഈ കടലിൻ്റെ നടുക്ക് കൂടി ഇങ്ങനെ നടക്കുമ്പോൾ ഭയങ്കര ഒരു പ്രത്യേക ഫീലാണ്. എനിക്കത് പറയാൻ എനിക്ക് കറക്റ്റ് അറിയില്ല. നല്ലൊരു ഫീലിലാണ് നമുക്കത് നടക്കണത് തന്നെ. പിന്നെ നമ്മൾ അടുത്ത
പാറയിലും കൂടി കയറി. നമ്മൾ അങ്ങോട്ട് കയറിയില്ല, കാരണം നമുക്ക് തിരിച്ച് പോകണം. നമുക്ക് 2 മണിക്ക് റൂം വെക്കേറ്റ് ചെയ്യേണ്ടതാണ്. അപ്പോൾ നമുക്കതുകൊണ്ട് നമ്മൾ നിന്ന് ഇവിടെ എത്തിയപ്പോൾ തന്നെ 1 മണിയായി. അങ്ങനെ നമുക്ക് തിരിച്ച് പോകണം. അപ്പോൾ അത് കടലിൻ്റെ വ്യൂ ഒക്കെ കണ്ട് നമ്മൾ നേരെ തിരിച്ച് റൂമിലെത്തി. പിന്നെ അവിടെ നിന്ന് നമ്മൾ തിരിച്ച് കോവളത്തോട്ടാണ് നമ്മൾ പോണത്. അപ്പോൾ എനിക്ക് അങ്ങോട്ട് പോണ വീഡിയോസൊന്നും അങ്ങ് എടുക്കാൻ പറ്റിയില്ല, കാരണം ഞാൻ പിന്നെ ടയേർഡായിട്ട് കിടപ്പായിരുന്നു. അതുകൊണ്ട് ഞാൻ പിന്നെ വീഡിയോസ് അങ്ങനെ എടുത്തില്ല. നമ്മളങ്ങനെ കോവളത്തെത്തി. കോവളത്ത് നമുക്കിപ്പോൾ കണ്ടെയ്നേഴ്സ് പൊട്ടി അതായത് കടലിൽ കണ്ടെയ്നേഴ്സ് വീണതുകൊണ്ട് ഈ വിഴിഞ്ഞം അവിടെയൊക്കെ ആയിട്ട് മറ്റേ കെമിക്കൽ സാധനങ്ങൾ വീണിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ കടലിൽ ഇറക്കിയിട്ടുണ്ടായില്ല ആരെയും. പിന്നെ അവിടെ നിന്ന് നമ്മളൊരു ഈവനിങ് സ്നാക്ക് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കഴിച്ച് നമ്മളിത് ഇവിടെ ഒരു പട്ടിക്കുട്ടി ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെ കളിപ്പിച്ചില്ല. അതിങ്ങനെ എന്തോ കഴിച്ചിട്ട് എന്തോ പറ്റിയതാണ്. അപ്പോൾ അതിന് എന്താണെന്നിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കണമായിരുന്നു. അത് നമ്മൾ ഇവിടെ നിന്ന് ബിരിയാണി ആയിരുന്നു കഴിച്ചത്. നമുക്ക് ഇവർ തന്നെ ഉണ്ടാക്കിയ ബിരിയാണി ആയിരുന്നു. അപ്പോൾ അതും നമ്മൾ കഴിച്ച് നേരെ ഇനി നമ്മൾ വീട്ടിലോട്ടാണ് പോണത്. അപ്പോൾ രാത്രി ആയതുകൊണ്ട് എല്ലാവരും ഡാൻസ് മൂഡിലോട്ട് ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മൾ ഇടയ്ക്ക് വെച്ച് നല്ല മഴ പെയ്ത്. അപ്പോൾ മഴ പെയ്തപ്പോൾ എനിക്ക് ഉറക്കം വന്ന്. പിന്നെ ഞാൻ കയറി കിടന്ന് ഉറങ്ങി. പിന്നെ ഒരു ഉറക്കം കഴിഞ്ഞ് നേരെ കണ്ണ് തുറന്ന് നോക്കണത് നമ്മളുടെ എറണാകുളം എത്തി. അപ്പോൾ എറണാകുളം എത്തിയപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി, കാരണം എനിക്ക് എവിടെയൊക്കെ പോയി വന്നാലും എനിക്ക് എൻ്റെ നാട്ടിലെത്തുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. എനിക്ക് ഏത് സ്ഥലം നോക്കിയാലും എനിക്ക് എൻ്റെ നാടാണ് ഏറ്റവും ഇഷ്ടം. എറണാകുളത്ത് എത്തുമ്പോൾ എനിക്ക് പ്രത്യേക ഒരു ഫീൽ, ഭയങ്കര സന്തോഷമൊക്കെ ആയിരുന്നു എറണാകുളം എത്തിയപ്പോൾ തന്നെ. അങ്ങനെ നമ്മളുടെ വീടിൻ്റെ അവിടെ എത്താറായി. പിന്നെ എൻ്റെ ബെഡൊക്കെ ഞാൻ ഓർത്ത് വേഗം ഒന്ന് മര്യാദക്കൊന്ന് കിടന്ന് ഉറങ്ങണം. എൻ്റെ ഉറക്കമൊന്നും അങ്ങനെ ശരിയായിട്ടുണ്ടായില്ല. പിന്നെ എനിക്ക് ഈ ട്രിപ്പിൽ എനിക്ക് എൻ്റെ പ്രായത്തിൽ ആരും ഉണ്ടായില്ല. അപ്പോൾ എനിക്ക് ഭയങ്കര എൻജോയ്മെൻറ്റ് ചെയ്യാൻ പറ്റിയില്ല. ബാക്കി എല്ലാവരും അടിച്ച് പൊളിച്ച് ട്രിപ്പ് പൊളിക്കുകയായിരുന്നു. പക്ഷേ എനിക്ക് എൻജോയ്മെൻറ്റ് ചെയ്യാൻ പറ്റില്ല, കാരണം എൻ്റെ പ്രായത്തിൽ ആരും ഉണ്ടായില്ല. എനിക്ക് മിണ്ടാനും അങ്ങനെ ആരും ഉണ്ടായില്ല. മാക്സിമം ഞാൻ എല്ലാവരോടും സംസാരിച്ച് അടിപൊളി ഒരു ട്രിപ്പായിരുന്നു. അപ്പോൾ ഞാൻ ദേ വീട്ടിലെത്തി, ഒന്ന് മെയിൽ കഴുകി ദേ വീട്ടിലേക്ക് എത്തി സെറ്റായി. ഇനി നമുക്ക് കിടന്നുറങ്ങണം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് അടുത്ത വീഡിയോ ഇടാനുള്ളൊരു ഇതുണ്ടാവുള്ളൂ. അപ്പോൾ ഗൈസ്, ബൈ ബൈ.